ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഷ്രിംപ് ഡൈനാമൈറ്റിൻ്റെ റെസിപ്പിയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ചാനൽ കൂടി ഇന്ത്യൻ റെസിപ്പീസ് മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിലെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡിഷസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നൊരു ചൈനീസ് വിഭവമാകാമെന്ന് കരുതി വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് 1/2 കപ്പോളം മയോണൈസാണ് ഞാനിവിടെ ഒരു പാത്രത്തിലെടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ മാഗിയുടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വേണ്ടത് സിറാച്ച സോസാണ്. ഇത് ചൈനീസ് ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു സോസാണ്. ഈ സോസ് ഇല്ല എങ്കിൽ നേരത്തെ ഞാൻ ഒരു ചില്ലി സോസിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നു. ആ റെസിപ്പി ഉപയോഗിച്ചിട്ട് ഈ ചില്ലി സോസ് ഉണ്ടാക്കി അതിൽ നിന്ന് 1 ടീസ്പൂൺ കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ സോയ സോസ് 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഹണി ഇല്ല എങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സോയ സോസ് അധികം ഉപ്പില്ലാത്തതാണ് എങ്കിൽ ഉപ്പ് കൂടി നമുക്ക് ഈ സോസിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷ്രിംപ് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഏകദേശം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഷ്രിമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ഷ്രിമ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾക്ക് റോ ഷ്രിമ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഉറപ്പ് വരുത്തണം. അതിൻ്റെ പുറയിലത്തെ വെയിനൊക്കെ എടുത്ത ശേഷം അതിലേക്ക് 1 മുട്ട നമുക്കിട്ട് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂണോളം സോയാ സോസ്. അധികം ഉപ്പില്ലാത്ത സോയാ സോസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണോളം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഷ്രിംപ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ മിക്സാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഓൾ പർപ്പസ് ഫ്ലവർ ഏകദേശം 1/2 കപ്പാണ് എടുക്കുന്നത്. ഓൾ പർപ്പസ് ഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദയോ വീറ്റ് ഫ്ലവറോ എന്താണ് നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ച് അത് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് കോൺഫ്ലവർ നമുക്ക് 1/4 കപ്പോളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. ഉപ്പ് ആവശ്യാനുസരണം ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ഷ്രിംപ് കോട്ട് ചെയ്യാനുള്ള ഫ്ലവർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഷ്രിംപെല്ലാം ഈ ഫ്ലവർ മിക്സിനകത്ത് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് മുക്കി കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് പാർട്ടിക്കൊക്കെ വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചിട്ട് ഷ്രിംപ് ഞാൻ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഷ്രിംപ് പെട്ടെന്ന് കുക്ക് ചെയ്ത് വരുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അധികം നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് മാത്രം ഓരോ സൈഡിലും ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടി ബ്രൗൺ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മൊത്തം ഒരു 3-4 മിനിറ്റ് മാത്രമേ വേണ്ടി വരുള്ളൂ ഈ ഷ്രിംപ് ഫ്രൈ ചെയ്തെടുക്കുവാനായിട്ട്. അപ്പം നമ്മളുടെ ഷ്രിംപൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒരു പേപ്പർ ടവലിലേക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റാം.
വളരെയധികം ഈസിയാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഷ്രിംപ്സ് എല്ലാം കൂടി സോസിനകത്ത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം ഈ സോസിനകത്ത് മിക്സ് ചെയ്യാൻ. അപ്പോൾ ആവശ്യാനുസരണം ഫ്രൈഡ് ഷ്രിംപ് എടുക്കുക, അതിലേക്ക് ആവശ്യമുള്ള സോസ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഷ്രിംപ് കോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഗ്രീൻ ഒണിയൻസ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. സ്പ്രിംഗ് ഒണിയൻസ് ഇല്ല എങ്കിൽ മല്ലിയില ഇട്ടിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡൈനാമൈറ്റ് ഷ്രിംപ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ബൈ. ടേക്ക് കെയർ, stay positive and be happy. Thank you for watching my channel. Bye.